ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് അക്കൗണ്ടിംഗ് പ്രോസസ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അക്കൗണ്ടിംഗ് പ്രോസസ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സൈക്കിൾ എന്ന് പറയും. എന്താണ് അക്കൗണ്ടിംഗ് സൈക്കിൾ എന്നുള്ളത് നോക്കാം. അക്കൗണ്ടിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസിന്റെ ഒരു ലാംഗ്വേജ് ആണ് അല്ലേ? ബിസിനസിന്റെ ഒരു ഭാഷയാണ് അക്കൗണ്ടിംഗ് എന്നുള്ളത്. ഒരു അക്കൗണ്ടിംഗ് വർക്ക് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പല പല പ്രോസസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 6 സൈക്കിൾ ഉണ്ട്. 6 സൈക്കിളിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഒരു അക്കൗണ്ടിങ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് ഇപ്പോൾ ഒരു അക്കൗണ്ടന്റ് ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അയാൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ അയാള് ഈ 6 സ്റ്റെപ്പുകളാണ് ഒരു അക്കൗണ്ടിങ് വർക്കിന് ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് അക്കൗണ്ടിംഗ് സൈക്കിൾ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അക്കൗണ്ടിംഗ് സൈക്കിൾ എന്നും പറയും, അതേപോലെ തന്നെ അക്കൗണ്ടിംഗ് പ്രോസസ്സും എന്നും പറയും. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ ഒരു 100-ൽ കൂടുതൽ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ അക്കൗണ്ടിങ് ബേസ് അധികം ഇല്ലാത്ത ചിലർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മുഴുവനായിട്ട് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലൈവായിട്ട് ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ വെക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ എന്നോട് കുറച്ച് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുമെന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അത് റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാം. അപ്പൊ എൻ്റെ ചാനലിലും അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ടാലി അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അപ്പൊ അതിലും ഞാൻ ഇടാം. അപ്പൊ താല്പര്യമുള്ളവർ അതിന് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പൊ എന്താണ് അക്കൗണ്ടിംഗ് സൈക്കിൾ എന്നുള്ളത് നോക്കാം. അപ്പൊ പറഞ്ഞു, അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബിസിനസിന്റെ ഒരു ഭാഷയാണ്. അപ്പൊ ഏതൊക്കെയാണ് ഈ 6 സൈക്കിൾ എന്നുള്ളത് നോക്കാം. ഒരു അക്കൗണ്ടിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 6 സൈക്കിളുകളിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഈ 6 സ്റ്റെപ്പുകൾ എന്നുള്ളത് നോക്കാം. ഫസ്റ്റിലെ പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ആണ്. സെക്കൻഡ് പറഞ്ഞാൽ ജേണൽ ആണ്. തേർഡ് എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ആണ്. ഫോർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ്. ഫിഫ്ത്ത് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സിക്സ്ത് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ആണ്. നമുക്ക് ഓരോന്നിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പഠിക്കാം. ഫസ്റ്റിലെ പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ആണ്. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ എക്കണോമിക്കലി സംഭവിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കുന്നത്. അവിടെ എക്കണോമിക്കലി ആയിരിക്കണം, അവിടെ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആയിരിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ് ജേണൽ. നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിനെ ജേണലിലേക്ക് മാറ്റും. അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ തരം തിരിച്ചിട്ട് ജേണൽ ചെയ്യും. ജേണലിൽ നിന്നാണ് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പൊ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലാരിറ്റി ഉള്ള കുറച്ച് അക്കൗണ്ടുകളെ ഒരുമിച്ചിട്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് ലെഡ്ജേഴ്സ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെ അടുത്തൊന്നും ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ക്യാഷ് എന്നുള്ള ഒരു അക്കൗണ്ടിലെ ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കും. അതേപോലെ തന്നെ സൺഡറി ക്രെഡിറ്റേഴ്സ് കൊടുക്കാനുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അതിനെല്ലാം നമ്മളൊരു കോമൺ ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കും, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അതെല്ലാം ഒരുമിച്ചിട്ട് അതിലാണ് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ട്രയൽ ബാലൻസ് ആണ്. ഈ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണതാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ട്രയൽ ബാലൻസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ ട്രയൽ ബാലൻസ് തെറ്റി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും തെറ്റിപ്പോകും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ഓടണത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്.
അതായത് നമ്മളുടെ ബിസിനസിന്റെ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ പ്രിപ്പയർ ചെയ്യണതാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് നമ്മളുടെ ബിസിനസ്സിലെ ആസ്തികളുടെയും ബാധ്യതകളുടെയും കണക്കുകൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റും എപ്പോഴും ഈക്വൽ ആയിരിക്കും. കാരണം ഒരു ബിസിനസ്സിന്റെ ആസ്തികളും അതേപോലെ തന്നെ ആ ബിസിനസ്സിന്റെ ബാധ്യതകളും എപ്പോഴും ഈക്വൽ ആവണം. എന്നാൽ മാത്രമാണ് നമ്മളുടെ ബിസിനസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഒരു അക്കൗണ്ടന്റ് ഈ 6 പ്രോസസ്സുകളിലൂടെ കടന്നു പോകണം. എന്നാൽ മാത്രമാണ് ഒരു അക്കൗണ്ടിങ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് ഓരോന്നിനെ കുറിച്ചിട്ടും വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. എങ്ങനെ ജേണൽ എൻട്രി എഴുതാം, എങ്ങനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാം, എങ്ങനെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം, അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ ടാലിയിൽ ഓൾറെഡി കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.